ടി.എസ്. ഹരീഷ് വിവരങ്ങളുമായിട്ടുണ്ട്. ഹരി, ഈ ഇത്തരം പാർക്കുകളിലൊക്കെ പ്രത്യേകിച്ചും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ടതാണ്. ഇപ്പോൾ മുൻമന്ത്രി ജി.ആർ. അനിലിൻ്റെ പ്രതികരണത്തിൽ നിന്ന് അവിടെ അത്തരം സംവിധാനങ്ങളുടെയൊക്കെ ഒരു അഭാവം ഉണ്ട് എന്ന് കൂടിയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്താണ് ഈ പരിക്കേറ്റവരുടെ അവസ്ഥ? കൃത്യമായി എത്ര പേർക്ക് പരിക്കേറ്റു? എന്താണ് വിവരങ്ങൾ? ഈ പരിക്കേറ്റവരെ ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല, അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. 5 പേരുണ്ട്, അതിൽ ഒരാളുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ കുട്ടികളെ, ഈ പരിക്കേറ്റ ആളുകളെ, കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇവിടുന്ന് ആംബുലൻസ് ഇല്ലാതെയായിരുന്നു. പക്ഷേ സെന്റ് ജോൺസ് ആശുപത്രിയിലെത്തിയപ്പോൾ, അല്ലെ ജലീലേട്ടാ, സെന്റ് ജോൺസ് ആശുപത്രിയിലെത്തിയപ്പോൾ ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഇത് ജലീൽ ആംബുലൻസ് ഡ്രൈവറാണ്, അദ്ദേഹമാണ് കൊണ്ടുപോയത്. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? എത്ര പേരുണ്ടായിരുന്നു? ഞാൻ കൊണ്ടുപോയത് 4 പേരെയാണ്. അതിൽ ഒരാളിന്റെ കാലിന് പൊട്ടലുണ്ട്. മെഡിക്കൽ കോളേജിൽ പുരുഷന്മാര്, സ്ത്രീകൾ? സ്ത്രീക്കാണ് കാലിന്റെ പൊട്ടല്. പുരുഷന്മാര് ഒരാളെ ഉള്ളായിരുന്നു, പിന്നെ 2 സ്ത്രീകളല്ലാതെ ഉണ്ടായിരുന്നു. അത് അവരുടെ റിലേറ്റീവ് ആണ്, തമിഴ്നാട് സ്വദേശികളാണ്. നിങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നു? സെന്റ് ജോൺസ് ആശുപത്രിയിലാണ് വന്നത്? അതെ, സെന്റ് ജോൺസ് ആശുപത്രിയിലാണ് വന്നത്. സെന്റ് ജോൺസ് ആശുപത്രി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഹാപ്പി ലാൻഡ് ഇരിക്കുന്ന, ഈ പാർക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ ഇവിടുന്ന് ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ ഈ കുട്ടികളെയും പരിക്കേറ്റ ആളുകളെയും ഒക്കെ നേരെ കൊണ്ടുപോയത് സെന്റ് ജോൺസ് ആശുപത്രിയിലാണ് പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷമാണ് അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നവർ പറയുന്നുണ്ട്. പക്ഷേ സെന്റ് ജോൺസ് ആശുപത്രിയിൽ നിന്ന് അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ആംബുലൻസിനെ അറേഞ്ച് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ റൈഡ് എങ്ങനെ അപകടം സംഭവിച്ച് കിടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ വന്ന സമയത്ത് പറഞ്ഞു കേട്ടത് ഇത് പൊട്ടി വീണു എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റിനുണ്ടായ തകരാറാണ് ഇത് ചരിഞ്ഞ് വീഴാനുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ബേസ്മെൻറ്റ് ഇത്രയും പഴക്കമുണ്ടായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. അതൊരു ഭാഗത്തേക്ക് ചരിഞ്ഞു വീണു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. മാത്രമല്ല, ഇത് റൈഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ചരിഞ്ഞ് വീണിരിക്കുന്നത്. അത് വലിയ സ്പീഡിലായിരുന്നു എങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകാനുണ്ടായിരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയേനെ. ഇത് വലിയ ഒരു 10-20-25 അടി പൊക്കത്തിലുണ്ട്. മാത്രമല്ല, ആ പൊക്കത്തിൽ നിന്ന് ചങ്ങല ഇട്ടിട്ടുണ്ട്. ആ ചങ്ങലയിൽ നിന്നാണ് ഓരോ സീറ്റുകളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിരിക്കും, അത്രയും ഉയരത്തിലായിരിക്കും ഇതിൽ റൈഡിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇരുന്നിട്ടുണ്ടാവുക. ആ സമയത്ത് അതിൻ്റെ വെയിറ്റ് ആ വേഗത ഒരല്പം കുറഞ്ഞതുകൊണ്ട് വലിയ അപകടത്തിലേക്ക് പോയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയും ഒരു സ്ത്രീയുടെ കാലിന് പൊട്ടലുണ്ട്, മറ്റുള്ളവരുടെ ആരോഗ്യനില എല്ലാ ദിവസവും തന്നെ ഈ പാർക്കിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ വേണ്ട രീതിയിലുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയാൽ ഇതൊക്കെ നന്നായി പോകുമോ? അതിൻ്റെയൊക്കെ ഒരു അഭാവം കൂടിയാണോ ഇത് മനസ്സിലാകുന്നത്? അതെ ദിവിഷേ, സ്വാഭാവികം. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ആ എൻട്രൻസ് വഴി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരുപാട് ആളുകൾ ഇങ്ങനെ, ആ ആൾക്കാർക്കിടയിലൂടെയാണ് ഞാൻ ഈ സ്പോട്ടിലേക്ക് എത്തിയത്. കാരണം മെയിൻ ഗേറ്റിൽ നിന്ന് ഒരു 10-300 മീറ്റർ അകത്തേക്ക് വരുമ്പോഴാണ് ഈ റൈഡ് ഇരിക്കുന്നത്. ഈ പൂളിൻ്റെയൊക്കെ സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ അടുത്താണ് ഈ റൈഡ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് വിനോദസഞ്ചാരികളും കുട്ടികളും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ വരുന്നത്. അപ്പം ഈ വെക്കേഷനാണ്, അവസാന ദിവസങ്ങളാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാൻ പോവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള, പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ കൂടുതലും തിരുവനന്തപുരം ജില്ലയിൽ സമീപപ്രദേശ്, കൊല്ലം മാത്രമല്ല ഈ കന്യാകുമാരി, മാർത്താണ്ഡം, നാഗർകോവിൽ ഈ ഭാഗത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ പാർക്കിലേക്ക് എത്താറുണ്ട്. അത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടും അവധി ദിവസമായതുകൊണ്ടും കൂടുതൽ പേർ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായത്. ശരി.